ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ബലാത്സംഗ കേസിൽ പ്രതിയായ MLA രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. രാഹുലിനെ പുറത്താക്കിയ നടപടി സ്വാഗതം ചെയ്ത് K മുരളീധരൻ. ആക്രിക്കട സ്ഥാപനത്തിൽ ലൈസൻസ് അനുവദിക്കുന്നതിന് 3000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ 2 പേർ വിജിലൻസിന്റെ പിടിയിൽ. വടക്കാഞ്ചേരി നഗരസഭയിലെ ക്ലീൻ സിറ്റി മാനേജർ ജിതേഷ് കുമാർ, താൽക്കാലിക ശുചീകരണ തൊഴിലാളി സന്തോഷ് എന്നിവരാണ് പിടിയിലായത്. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയും നിയമലംഘനങ്ങളും പതിവാകുന്നു. തൃശൂർ നഗരത്തിൽ നടപ്പാതയിലൂടെ അപകടകരമാം വിധം കുതിച്ച ബസ് സ്ലാബ് തകർത്തു. CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ചൂണ്ടൽ പാലത്തിന് സമീപം സ്കൂൾ ബസും കാറും കൂട്ടിയിടിച്ച അപകടം. വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. എരുവപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സമരം. സ്കൂളിലെ പുതിയ ശുചിമുറി ബ്ലോക്കിന്റെ സീലിംഗ് തകർത്ത സംഭവത്തിൽ ചോദ്യം ചെയ്യാൻ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. വാർത്തകൾ വിശദമായി. ബലാത്സംഗ കേസിൽ പ്രതിയായ MLA രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യമില്ല. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ നിലവിൽ സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉയർന്ന പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. രാഹുൽ MLA സ്ഥാനം സ്വയം രാജിവെക്കുന്നതാണ് ഉചിതമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ നടപടിയും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ നടപടിയും സ്വാഗതം ചെയ്ത് K മുരളീധരൻ. രാഹുലിനെ MLA സ്ഥാനത്തു നിന്നും നീക്കേണ്ട നടപടി നിയമസഭാ സ്പീക്കറാണ് ചെയ്യേണ്ടതെന്ന് മുരളീധരൻ തൃശൂരിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ 6 വർഷത്തേക്ക് പുറത്താക്കാൻ KPCC എടുത്ത തീരുമാനത്തിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള കോടതി വിധിയും സ്വാഗതാർഹമാണ്. കാരണം പൊതുരംഗത്ത് ഒരു സംശുദ്ധി ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് വിഘാതമായി പ്രവർത്തിക്കുന്നവരാരാണോ അവർ പിന്തള്ളപ്പെട്ടു പോകണം. അപ്പോൾ ഇന്നത്തെ ഈ 2 കാര്യങ്ങളും സന്തോഷവും പൊതുസമൂഹത്തിന് വളരെയധികം സന്തോഷവും നൽകുന്ന കാര്യമാണ്. ഈ 2 തീരുമാനങ്ങളെയും ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യാം. അല്ല, ഇപ്പോഴെങ്കിലും അത് ആക്ഷൻ എടുത്തല്ലോ, അത് തന്നെ നല്ല കാര്യമല്ലേ. കാരണം തുടക്കത്തിൽ തന്നെ സസ്പെൻഡ് ചെയ്തു. അതിജീവിതയുടെ റിട്ടേൺ കംപ്ലൈൻറ്റ് വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇന്ന് നിയമ നടപടികളുമായി കോടതി മുന്നോട്ട് വന്നപ്പോൾ അന്തിമമായിട്ട് പുറത്താക്കി. ഒരു ധാർമ്മികത ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. കാരണം അല്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ആ ചാപ്റ്റർ ഞങ്ങളെ സംബന്ധിച്ച് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. രാഹുലിന് വേണ്ടി വാദിക്കരുതെന്ന ഒരു നിലപാടുണ്ടോ? ഇനി പുറത്താക്കപ്പെട്ട ആർക്ക് വേണ്ടിയും പാർട്ടിയിൽ വാദിക്കാൻ പാടില്ല. അല്ല, പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള നിയമവശങ്ങൾ സ്പീക്കറാണ് തീരുമാനിക്കുന്നത്. അത് ഉചിതമായിട്ടുള്ള തീരുമാനം സ്പീക്കർക്ക് എടുക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ധാർമ്മികതയുള്ള പ്രവൃത്തിയല്ലല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പൊതുപ്രവർത്തകൻ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ അത് MLA എന്ന് മാത്രമല്ല, പൊതുരംഗത്ത് നിൽക്കുന്നവർ പാലിക്കേണ്ട മാന്യത പാലിക്കാത്ത വ്യക്തിയാണ്. അങ്ങനെ വ്യക്തിയോട് നമ്മൾ ധാർമ്മികത പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ നടപടി സ്പീക്കറാണ് കൈക്കൊള്ളുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ആരോപണങ്ങളുള്ളവരെയൊന്നും പാർട്ടി അയ്യപ്പൻ്റെ സ്വർണം കട്ട 2 കള്ളന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അവർക്കെതിരായി പോലും ആക്ഷൻ എടുക്കാത്തവരാണ് ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നത്. അപ്പോൾ അവരിപ്പോൾ
CPM പടം പൊട്ടിക്കുന്നുണ്ട്, നടന്നോട്ടെ. കാരണം ഞങ്ങൾ പടം പൊട്ടിക്കുന്നത് ഡിസംബർ 13 അല്ല, അങ്ങ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ ഒരു കർശന നിലപാടെടുത്തപ്പോൾ ഈ സൈബർ ആക്രമണം അടക്കം ഉണ്ടായി. സൈബർ ആര് വില വയ്ക്കും? ഞാൻ പറയുന്നത് കൂലി തല്ലിയാൽ ആര് വില വയ്ക്കാൻ? സംസ്കാരമില്ലാത്തവർക്ക് വേണ്ടി വാദിക്കുന്നവന് സംസ്കാരം കേട്ടവരില്ല. ഒരു സംശയം അക്കാര്യത്തില്ല. ഇനി സൈബർ വന്നോട്ടെ, വരുന്നെങ്കിലും ഞങ്ങൾ കണ്ടോളാം. സൈബറിൻ്റെ കെയർ ഓഫിലൊന്നുമല്ല ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അങ്ങനത്തെ ഏർപ്പാട് ഞങ്ങൾക്കില്ല. അവരാരും കോൺഗ്രസ്സുകാരല്ല. അവർ ഈ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാത്രമല്ല, പൊതുരംഗത്ത് അപമാനകരമായിട്ടുള്ള പ്രവൃത്തിയെടുക്കുന്ന നീചശക്തികളാണ് ഈ സൈബർ എന്ന് പറയുന്നത്. അവരെ ഞാൻ ചോദിക്കുന്നത് കേരള പോലീസിന് എന്താ പഠിക്കുന്നത്? ഒളിവിലിരിക്കാതെ പിടിച്ചുകൊണ്ട് വരണം. അതിനാണ് പോലീസ് എന്ന് പറയുന്നത്. അതും ഇങ്ങനെ നടക്കുന്ന ഒരാളെ അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പോലീസ് എന്ന് നടക്കുന്നത് എന്തിനാ? അതാണ് ഞാൻ പറഞ്ഞത്. ഇനി മീശ വെച്ച് നടക്കുന്നതിന് കാര്യമില്ല. പിടിച്ചു കൊണ്ടുവരട്ടെ, കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കട്ടെ. പാർട്ടി പരിപൂർണമായി തള്ളിക്കഴിഞ്ഞു. ഇനി എന്താ നല്ല തള്ളിക്കഴിഞ്ഞു. ഇനി ഒരു തിരുത്തലുമില്ല. ഇങ്ങനത്തെ ആൾക്കാർ പാർട്ടിയിൽ ആവശ്യമില്ല. ആക്രിക്കട സ്ഥാപനത്തിന് ലൈസൻസ് അനുവദിക്കുന്നതിന് 3000 രൂപ കൈക്കൂലി വാങ്ങിയ വടക്കാഞ്ചേരി നഗരസഭയിലെ 2 ഉദ്യോഗസ്ഥരെ വിജിലൻസ് പിടികൂടി. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ KV ജിതേഷ് കുമാർ, താൽക്കാലിക ശുചീകരണ തൊഴിലാളി MP സന്തോഷ് എന്നിവരെയാണ് വിജിലൻസ് DYSP ജിം പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. കോലഴി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ക്രാപ്പ് കച്ചവട സ്ഥാപനത്തിന്റെ ലൈസൻസ് പുതുക്കുന്നതിന് 3000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയായിരുന്നു ഇരുവരും പിടിയിലായത്. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയും നിയമലംഘനങ്ങളും പതിവാകുന്നു. തൃശൂർ നഗരത്തിൽ നടപ്പാതയിലൂടെ അപകടകരമാം വിധം കുതിച്ച ബസ് സ്ലാബ് തകർത്തു. CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. തൃശ്ശൂർ നഗരമധ്യത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്നതും ഏറ്റവും വാഹനത്തിരക്കേറിയതുമായ ഒരു റോഡാണ് MG റോഡ്. ഈ റോഡിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സ്വകാര്യ ബസ് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി അമിത വേഗതയിൽ ഫുട്പാത്തിലൂടെ കടന്നു വന്ന് ഇത്തരത്തിൽ ഈ സ്ലാബ് തകർത്തിട്ടുള്ളത്. ഫെല്ല എന്ന പേരുള്ള സ്വകാര്യ ബസ്സാണ് ഇത്തരത്തിൽ ഫുട്പാത്തിലൂടെ അതിക്രമിച്ച് കയറി സ്ലാബ് തകർത്തത്. നമ്മൾ ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് വ്യക്തമായി കാണാം ചെറുവാഹനങ്ങളും കാൽനട യാത്രക്കാരും ബൈക്ക് യാത്രക്കാരും ഒക്കെ കടന്നു പോകുന്ന ഒരു വഴിയിലൂടെയാണ് ഇത്തരത്തിൽ നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തി സ്വകാര്യ ബസ് ഏകദേശം റോഡിൽ നിന്നും 1 മീറ്ററിനിപ്പുറം സ്ഥാപിച്ചിട്ടുള്ള ഈ സ്ലാബിൻ്റെ മുകളിലൂടെ അമിത വേഗതയിൽ ബസ് കടന്നു പോകുന്നത്. ഇതുമൂലം ബസ്സിൻ്റെ പിൻചക്രമടക്കം കയറിയതിന് ശേഷമാണ് ഈ സ്ലാബ് തകർന്നത്. ഇപ്പോൾ വലിയൊരു ഗർത്തമായി മാറിയിരിക്കുകയാണ്. വാഹന കാൽനട യാത്രക്കാർക്കടക്കം വലിയ രീതിയിൽ അപകടം സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു സ്ലാബ് തകർന്നു കിടക്കുന്നത്. ഇതിന് സമീപത്ത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അവർക്കടക്കം വാഹനങ്ങൾ ഇതിലേക്ക് കയറ്റാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. ബസ്സിൻ്റെ അമിത വേഗതയെ സംബന്ധിച്ചും യാത്രക്കാർക്കും ഇതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്കടക്കം നിരവധി പരാതികളും ഉയർന്നിട്ടുണ്ട്. ബസ്സുകളുടെ മരണപ്പാച്ചിലാണ് ഇതുണ്ടായിട്ടുള്ളത്. ചെറുവാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് കുറച്ച് ബ്ലോക്ക് വന്നപ്പോൾ ഓവർടേക്ക് ചെയ്ത് പോയതാണ്. അത് ഭയങ്കര സ്പീഡിൽ പോയിട്ട് ഇടിഞ്ഞു വീണിട്ടുള്ളതാണ്. ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അത്. എന്താ ചെയ്യുക, കാൽനടക്കാർ വീഴാനുള്ള ചാൻസ് 100% ഉറപ്പാണ്. അതിൽ ഇവിടെ ഡിവൈഡറുള്ളപ്പോൾ കുറച്ച് ഇതുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ലാത്തപ്പോൾ വീണ്ടും ഭയങ്കര ബ്ലോക്കുകളായി. അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് ഫുട്പാത്ത് കൂടെയാണ് ബസ്സുകൾ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നത്. കോർപ്പറേഷനിൽ നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരാഴ്ചയായിട്ട് ഇതായിരിക്കും ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ബോർഡുകളും അതുപോലെ തന്നെ ഫ്ലെക്സുകളും കവറുകളും ഒക്കെ സ്ഥാപിച്ചാണ് അപകട സാധ്യത മുന്നറിയിപ്പ് കാൽനട യാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കുമൊക്കെ നൽകുന്നത്. കോർപ്പറേഷനെയും ഭരണാധികാരികളെയും ഇത് സംബന്ധിച്ച് ഇവർ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ തങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലാണ് സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയും മത്സര ഓട്ടവും ഒപ്പം തന്നെ മറ്റു വാഹനങ്ങളെ ഗവനിക്കാതെ റോഡിലൂടെ ഇത്തരത്തിൽ പായുന്നതും വലിയ രീതിയിലുള്ള അപകടങ്ങൾക്കാണ് ഇപ്പോൾ വഴിവെക്കുന്നതും. ബസ്സുകളുടെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്കെതിരെ കടിഞ്ഞാണിടാൻ മോട്ടോർ വാഹന വകുപ്പും രംഗത്തെത്തിയിട്ടുണ്ട്. MG റോഡിൽ നിന്നും ക്യാമറമാൻ റോയ്ക്കൊപ്പം അഭിജിത്ത് തളച്ചിറ, TCV.
ചൂണ്ടൽ പാലത്തിന് സമീപം സ്കൂൾ ബസും കാറും കൂട്ടിയിടിച്ച അപകടത്തിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. 3 സ്കൂൾ വിദ്യാർത്ഥികൾക്കും കാറിലെ യാത്രക്കാരായ 2 പേർക്കുമാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന ചൂണ്ടൽ LIGHS കോൺവെന്റ് സ്കൂളിലെ ബസും കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ സ്കൂൾ വിദ്യാർത്ഥിനികളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും കാർ യാത്രക്കാരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സമരം. സ്കൂളിലെ പുതിയ ശുചിമുറി ബ്ലോക്കിന്റെ സീലിംഗ് തകർത്ത സംഭവത്തിൽ ചോദ്യം ചെയ്യാൻ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിലായിരുന്നു പ്രതിഷേധം. സംഭവത്തിൽ ഒരു ബന്ധവുമില്ലാത്ത കുട്ടികളുടെ പേരുവിവരങ്ങൾ സ്കൂൾ അധികൃതർ പോലീസിന് നൽകിയെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. വിദ്യാർത്ഥികളെ കുറ്റവാളികളാക്കി സമൂഹത്തിനു മുന്നിൽ ചിത്രീകരിക്കാൻ പ്രിൻസിപ്പൽ കൂട്ടുനിന്നു എന്നാരോപിച്ചാണ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധം നടത്തിയത്. ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സീലിംഗുകളും ടാപ്പുകളുമാണ് കഴിഞ്ഞ ദിവസം അജ്ഞാതർ അടിച്ചു തകർത്തത്. സംഭവത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്നാണ് മരത്തങ്കോട് തളി സ്വദേശികളായ 2 വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തത്. പോലീസ് മരത്തങ്കോട് ചെന്ന് വീട്ടിലും പരിസര പ്രദേശത്തും അന്വേഷണം നടത്തുകയും കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് പോലീസ് സ്റ്റേഷനിലെത്തിയവരെ കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഇവിടെ ഇപ്പോൾ ബാത്റൂം പൊളിച്ച് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഇന്നലെ 5 മണി മുതൽ 9:30 വരെ സ്റ്റേഷനിൽ തന്നെയായിരുന്നു. ഇവിടെ ഇല്ലാത്ത കേസിനാണ് എൻ്റെ പേരിൽ കേസ് ചുമത്തിയിട്ടാണിത് സ്റ്റേഷനിലേക്ക് വിട്ടേക്കുന്നത്. ഇന്നലെ സ്കൂളിൽ പ്രസൻ്റ് ആയിട്ടും ഞാൻ പ്രസൻ്റ് ആയിട്ടില്ലേ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോലീസിനെ അയച്ചു. അങ്ങനെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരെ ഇത് എത്തിച്ചിട്ടുണ്ട്. സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറയണത് ടീച്ചറോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ അടിച്ചു പൊട്ടിച്ചിട്ട് ഇവിടെ വീഡിയോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യാണ്. അപ്പോൾ ഇന്നലെ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് 5 മണി മുതൽ 9:30 വരെ സ്റ്റേഷനിൽ നിർത്തി. പ്രിൻസിപ്പാൾക്ക് വിളിക്കുമ്പോൾ പ്രിൻസിപ്പാൾ ഫോൺ എടുക്കണില്ല, ഒരു രീതിയിലുള്ള റെസ്പോണ്ട് ഇല്ല. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഉള്ള കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ് പ്രിൻസിപ്പാളുടെ രീതിയിൽ ഇങ്ങനെ തെറ്റായ രീതിയിലുള്ള സംസാരം വന്നത്. അപ്പോൾ ഇത് അനാവശ്യമായ രീതിയിലാണ് ഇവൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്കറിയാം എന്തുണ്ടായിരുന്നു. എന്നാൽ പരാതിയിൽ ആരുടെയും പേരില്ലെന്നും വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്ത നടപടിയിൽ സ്കൂളിന് പങ്കില്ലെന്നും പ്രിൻസിപ്പൽ ഷീബ ജോസ് അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഹോൺ അടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ 3 പേർക്ക് കുത്തേറ്റ സംഭവത്തിൽ പ്രതി കേച്ചേരി സ്വദേശി കൃഷ്ണ കിഷോറിനായി അന്വേഷണം ഊർജിതം. തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതിക്കായി പേരാമംഗലം പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹോൺ അടിച്ചതിലേറെ പേരിലുള്ള തർക്കത്തിനിടെ അച്ഛനും മകനും സുഹൃത്തിനുമാണ് കുത്തേറ്റത്. മുണ്ടൂർ സ്വദേശി ബിനീഷ്, മകൻ അഭിനം, സുഹൃത്ത് അഭിജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത്. മുണ്ടൂരിലെ പച്ചക്കറി കടയിലെ ജീവനക്കാരനാണ് ആക്രമി. 2 ബൈക്കുകളിലായാണ് അച്ഛനും മകനും സുഹൃത്തും യാത്ര ചെയ്തിരുന്നത്. ബൈക്കിലാണ് ആക്രമിയും എത്തിയത്. അഭിനം ഹോണടിച്ചതിൽ ആക്രമി പ്രകോപിതനായി മൂവരെയും കുത്തുകയായിരുന്നു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. വരാക്കരയിൽ വൈദ്യുതി പോസ്റ്റുകളുടെ സ്റ്റേ കമ്പികൾ ഇറിഗേഷൻ കനാലിൽ സ്ഥാപിച്ചത് അപകട ഭീഷണിയാകുന്നു. കനാലിൽ വെള്ളമില്ലാത്ത സമയത്തായിരുന്നു പോസ്റ്റുകൾ സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം പീച്ചി ഡാമിൽ നിന്ന് കനാലിലേക്ക് വെള്ളം തുറന്നുവിട്ടിരുന്നു. ഇതിനു മുൻപായി കനാൽ വൃത്തിയാക്കാനെത്തിയവരാണ് സ്റ്റേ കമ്പികൾ കണ്ടത്. ഉടനെ തന്നെ നാട്ടുകാർ ഇറിഗേഷൻ അധികൃതരെ വിവരമറിയിച്ചു. ഇറിഗേഷൻ അധികൃതർ KCBയോട് സ്റ്റേ കമ്പികൾ കനാലിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും നടപടിയെടുത്തില്ല. നിലവിലെ ടോൾ പിരിവ് സമ്പ്രദായം 1 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും അവസാനിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു. ഈ സംവിധാനത്തിന് പകരമായി ഇലക്ട്രോണിക് സംവിധാനം നിലവിൽ വരും. ഇത് ദേശീയപാതയിൽ തടസ്സമില്ലാത്ത യാത്രാനുഭവം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭയിൽ ചോദ്യോത്തര വേളയിലാണ് സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ഈ പുതിയ സംവിധാനം നിലവിൽ 10 ഇടങ്ങളിൽ പരീക്ഷിച്ചു കഴിഞ്ഞെന്നും 1 വർഷത്തിനുള്ളിൽ ഇത് രാജ്യത്തിലുടനീളം വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ റൂറൽ ജില്ലയിൽ അടിയന്തര പ്രതികരണ സംവിധാനത്തിലേക്ക് വരുന്ന സഹായാഭ്യർത്ഥനകൾ
5.9 ശരാശരി പ്രതികരണ സമയത്തിൽ അതിവേഗം പ്രതികരിച്ച് സേവനത്തിൽ മികച്ച നേട്ടം കൈവരിച്ചു. ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറയിലുള്ള ജില്ലാ പോലീസ് ആസ്ഥാനത്ത് അടിയന്തര പ്രതികരണ സംവിധാനത്തിന്റെ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. 5.9 ശരാശരി പ്രതികരണ സമയം. നവംബർ മാസത്തിൽ മാത്രം 112 എന്ന ഹെൽപ്പ് ലൈനിലേക്ക് ലഭിച്ച 572 സഹായ അഭ്യർത്ഥനകളിലും അതിവേഗം ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തൃശൂർ റൂറൽ പോലീസിന് കഴിഞ്ഞു. ഈ സംഭവങ്ങളിൽ 67 എഫ്ഐആറുകളും രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 3 പീടിക ബീച്ച് APJ അബ്ദുൽ കലാം റോഡിൽ കാട്ടുപന്നി ഇറങ്ങി. താനത്തുപറമ്പിൽ സഖീറിന്റെ വീടിന് സമീപത്തേക്കാണ് കാട്ടുപന്നി ഓടിയെത്തിയത്. വീട്ടുകാരെ കണ്ടതോടെ കാട്ടുപന്നി തിരിച്ചോടുകയായിരുന്നു. 1 മാസം മുൻപും ഈ പ്രദേശത്ത് കാട്ടുപന്നിയെ കണ്ടിരുന്നു. മുല്ലശ്ശേരിയിലെ പലചരക്ക് കടയുടമയ്ക്ക് സംസ്ഥാന സർക്കാർ ധനലക്ഷ്മി ലോട്ടറിയുടെ 1ാം സമ്മാനം. മുല്ലശ്ശേരി സ്വദേശി കാഞ്ഞിരത്തിങ്കൽ കൊച്ചുവർക്കിക്കാണ് 1 കോടി രൂപയുടെ 1ാം സമ്മാനം ലഭിച്ചത്. പാവറട്ടി ചിറ്റാട്ടുകര റോഡിലുള്ള ഐശ്വര്യ ലോട്ടറി ഏജൻസിയിൽ നിന്നും വാങ്ങിയ ടിക്കറ്റിനാണ് 1ാം സമ്മാനം ലഭിച്ചത്. തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പൂര്. തൃശൂർ കോർപ്പറേഷൻ 5ാം ഡിവിഷൻ പെരിങ്ങാവിൽ തിരഞ്ഞെടുപ്പാവേശം ക്ലൈമാക്സിലേക്ക്. വെള്ളക്കെട്ടടക്കമുള്ള പ്രാദേശിക വിഷയങ്ങളാണ് ഇവിടെ പ്രധാന ചർച്ച. തൃശൂർ കോർപ്പറേഷന്റെ 5ാം ഡിവിഷനായ പെരിങ്ങാവിൽ തിരഞ്ഞെടുപ്പാവേശം ദിനംപ്രതി ഉയരുകയാണ്. ആരൊക്കെയാണ് മത്സരാർത്ഥികൾ, എന്തൊക്കെയാണ് അവരുടെ വാഗ്ദാനങ്ങൾ എന്നൊന്ന് കണ്ടുനോക്കാം. വികസന തുടർച്ചയ്ക്കായി പെരിങ്ങാവിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് സജിത ഫ്രാൻസിസ് ആണ്. ചേച്ചി, എങ്ങനെയാണ് രാഷ്ട്രീയ രംഗത്തിലേക്ക് എത്തിയത്? ചെറുപ്പം മുതലേ ബാലസംഘം, SFI അങ്ങനെയൊക്കെ ഇതിൽ വന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. പിന്നെ ഇവിടുത്തെ LC മെമ്പറാണ്. അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ പാരമ്പര്യം. അപ്പോൾ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടോ, ഇവിടുത്തെ ജനങ്ങൾ തന്നെ ഉന്നയിക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ജയിച്ചു വരാണെങ്കിൽ നടപ്പിലാക്കാനായിട്ട്? നമ്മളിവിടെ കാലങ്ങളായിട്ട് ഇപ്പോൾ ഇവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അർഹതയുള്ള കുറേ കാര്യങ്ങൾ ഇവർക്ക് ലഭിക്കാതെ പോണ ഒരു സാഹചര്യമുണ്ട്. ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരെയും ഒന്ന് കൂട്ടിച്ചേർത്ത് ആ കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്. പെരിങ്ങാവിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാരി കിഷോർ കുമാറാണ് എൻ്റെ ഒപ്പമുള്ളത്. ചേച്ചി, എവിടം വരെയായി പ്രചരണം? നമ്മൾ 3rd റൗണ്ട് പകുതി മുക്കാലായി പ്രചരണം തുടങ്ങിയിട്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു രാഷ്ട്രീയ രംഗത്തിലേക്കുള്ള പ്രവേശനം? 15 വർഷമായിട്ട് നമ്മൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് സജീവമാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ടാണ്. അപ്പോൾ ആദ്യമായി മത്സരിക്കുന്നതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷയൊക്കെ എത്രത്തോളം ഉണ്ട്? 100%. 15 വർഷമായിട്ട് നമ്മുടെ UDF കൗൺസിലർമാർ തന്നെയാണ് നമ്മുടെ പെരിങ്ങാവ് 5ാം ഡിവിഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അവരുടെ വികസനം അത്രമേൽ ഉറച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ജനങ്ങളുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും പറഞ്ഞ് അവരിൽ ഒരാളായി പ്രവർത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 5ാം ഡിവിഷൻ പെരിങ്ങാവിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജയശ്രീയാണ്. ഒരു അധ്യാപന രംഗത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നത്? ഞാൻ തൃശ്ശൂർ മോഡൽ ബോയ്സിലെ HM ആയിരുന്നു. ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഞാൻ പ്രവർത്തിച്ച എല്ലാ മേഖലയിലും ഏറ്റവും നല്ല മികവ് പുലർത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് എനിക്ക് ഈ ഒരു മേഖലയിലേക്ക് വരാനായിട്ടുള്ള ഒരു പ്രചോദനം. ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വികസനമാണ് ഏറ്റവും ആദ്യം നടപ്പിലാക്കാൻ പോകുന്നത്? പെരിങ്ങാവ് നിവാസികളെ സംബന്ധിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വെള്ളക്കെട്ടാണ്. അതിനുള്ള ഒരു ശാസ്ത്രീയമായതും ശാശ്വതമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമ്മുടെ കേന്ദ്ര ടൂറിസം മന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി സാറ് സമർപ്പിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ആ പ്രോജക്റ്റിന് വെളിച്ചം കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആ പ്രോജക്റ്റ് നടപ്പിലാക്കുക എന്നുള്ള ജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ എൻ്റെ ദൗത്യം. പെരിങ്ങാവിനി ആരുടെ കയ്യിലേക്കെന്ന് ജനവിധി തീരുമാനിക്കും. ആരുടെ കരുത്താണ് ഈ വോട്ട് പോരാട്ടത്തിൽ മുന്നിലേക്ക് ഉയരുന്നതെന്ന് കണ്ടറിയാം. ക്യാമറാമാൻ ആഷിഖ് വേലൂരിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. ഇരിങ്ങാലക്കുട നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. 43 വാർഡുകളുള്ള നഗരസഭയിൽ വിവിധ മുന്നണികളിലും സ്വതന്ത്രരുമായി 143 പേർ മത്സരരംഗത്ത് ഉണ്ട്. 1/4 നൂറ്റാണ്ട് UDF ഭരിക്കുന്ന നഗരസഭയാണ് ഇരിങ്ങാലക്കുട.
ഭരണം നിലനിർത്താൻ മുൻ ചെയർമാൻ MP ജാക്സന്റെ നേതൃത്വത്തിലാണ് UDF ഇറങ്ങിയിരിക്കുന്നത്. 41 വാർഡുകളിൽ കോൺഗ്രസും 2 വാർഡുകളിൽ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമാണ് മത്സരരംഗത്തുള്ളത്. 15-18 വാർഡുകളിൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോൺഗ്രസിൽ നിന്നുള്ള വിമത സ്ഥാനാർത്ഥികൾ തലവേദനയാണ്. ഭരണം പിടിക്കാൻ LDF ശക്തമായി തന്നെ മത്സരരംഗത്തുണ്ട്. CPM-ന് ഏറെ സ്വാധീനമുള്ള പൊറത്തിശ്ശേരി മേഖലയിൽ വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. DYFI ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അടക്കമുള്ളവർ മത്സരരംഗത്തുണ്ട്. BJP-യുടെ നേതൃത്വത്തിൽ NDA സഖ്യവും ശക്തമായ രീതിയിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നിലവിൽ 8 കൗൺസിലർമാരാണ് BJP-ക്കുള്ളത്. കരുവന്നൂർ ബാങ്ക്, ടൗൺ ബാങ്ക് അടക്കമുള്ള വിഷയങ്ങൾ നഗരസഭയിൽ പ്രധാന ചർച്ചയാണ്. TCB ന്യൂസ്, ഇരിങ്ങാലക്കുട. തൃശൂർ കോർപ്പറേഷന്റെ 4-ാം ഡിവിഷൻ വിയൂരിൽ തിരഞ്ഞെടുപ്പ് ആവേശം കുതിച്ചുയരുന്നു. വികസനവും പ്രാദേശിക പ്രശ്നങ്ങളും കേന്ദ്രീകരിച്ച് മുന്നണികൾ കടുത്ത മത്സരത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് 4-ാം ഡിവിഷൻ വിയൂരിലാണ്. ഇവിടുത്തെ LDF, UDF, NDA സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. നാടറിയുന്ന, നാട്ടുകാരെ അറിയുന്ന വിയൂരിലെ LDF സ്ഥാനാർത്ഥിയായ KM രാജേഷാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമ്മുടെ വികസന കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വിജയിച്ചു വന്നാൽ ആദ്യം തന്നെ എൻ്റെ പ്രദേശം എന്ന് പറയുന്നത് പാടുപാട് തുരുത്ത് പ്രദേശമാണ്. അവിടെ റെയിൽവേ ചേരിയിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. ഒരു 6 കുടുംബങ്ങൾ നമ്മുടെ പാടുപാട് തുരുത്തിൽ വന്ന് താമസിക്കുന്നുണ്ട്. ആ പ്രദേശത്തെ 6 വീടും പാടുപാട് തുരുത്തിൽ പുതിയത് രൂപം കൊണ്ടിട്ടുള്ള ഒരു 3 വീടിനും ഉൾപ്പെടെ ആദ്യമായി അവിടെ ഒരു വഴിയെത്തിക്കാനാണ് ആദ്യത്തെ കാര്യം. നാടറിയുന്ന, നാട്ടുകാരെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഇതുവരെയുള്ള പ്രതികരണം എങ്ങനെയുണ്ട്? തീർച്ചയായും വളരെ അനുകൂലമാണ്. ഞാൻ ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഈ ഡിവിഷനിൽ ജനിച്ചു വളർന്നു വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഒരാളെയും നമ്മുടെ നാട്ടുകാരെല്ലാവരും സഖാക്കളും കൂട്ടുകാരുണ്ടെങ്കിലും അവർ തന്നെ ഇങ്ങോട്ട് പറയും ഒരാളെയും നമ്മൾ പരിചയപ്പെടുത്തേണ്ട സാഹചര്യമില്ല. വിജയം നമുക്ക് 100% ഉറപ്പിക്കാം എന്നാണോ? തീർച്ചയായും. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അരുൺ തടത്തിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണം നന്നായി നടക്കുന്നു. ഇപ്പോൾ 15 വർഷമായിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ കഴിഞ്ഞ കൗൺസിലിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ധൈര്യമായി കയറി ചെന്ന് വോട്ട് ചോദിക്കാനുള്ളൊരു ധൈര്യമുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം UDF-ന് തന്നെ വിജയം നമുക്ക് ഉറപ്പിക്കാം? തീർച്ചയായും. UDF എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത. അത്രയും നല്ല രീതിയിലാണ് എല്ലാവരും നമ്മളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വികസന സേവന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വിയൂരിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കൃഷ്ണരാജാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണം നല്ല രീതിയിൽ പോകുന്നു. ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രചരണം ഒക്കെ ഇപ്പോൾ 2-ാം ഘട്ടം, 3-ാം ഘട്ടത്തിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള ജനങ്ങളോടുള്ള പ്രതികരണം എങ്ങനെയുണ്ട്? ജനങ്ങൾ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ വിയൂര് ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ രൂക്ഷമായി അനുഭവിക്കുന്നത് കുടിവെള്ള പ്രശ്നമാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഇരു മുന്നണികൾക്കും സാധിച്ചിട്ടില്ല. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെയധികം ദുരിതത്തിലുള്ളൊരു കാര്യമാണ്. ആ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് നൽകിക്കൊണ്ട് അവർ അത് ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കുമെന്നാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. വിയൂരിലെ യുവജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വല്ല പദ്ധതികളുമുണ്ടോ? യുവജനങ്ങൾക്ക് ഇവിടെ സ്പോർട്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ ഭാഗത്ത് അവർക്ക് വേണ്ടിയുള്ള ഒരു കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ മാറാത്തത് ഇനി മാറ്റാൻ തന്നെയാണോ NDA-യുടെ തീരുമാനം? മാറാത്തത് ഇനി മാറുമെന്നാണ് NDA തീരുമാനിച്ചിട്ടുള്ളത്. വികസിത തൃശ്ശൂരിനായി, വികസിത വിയൂരിനായി ഇവിടെ 3 മുന്നണികളും ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിലാണ്. മൂവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വിയൂരിൽ നിന്നും കൃഷ്ണകുമാർ K മലയിലിനോടൊപ്പം പ്രിയങ്ക, TCB ന്യൂസ്. നാട് ഒരിക്കൽ കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിൽ അമരുമ്പോൾ നിർദ്ദിഷ്ട വെള്ളിക്കുളങ്ങര പഞ്ചായത്ത് എന്ന സ്വപ്നം മനസ്സിൽ താലോലിക്കുകയാണ് മലയോര മേഖലയിലെ ജനങ്ങൾ. വെള്ളിക്കുളങ്ങര പഞ്ചായത്ത് അനുവദിച്ചുകൊണ്ട് 30 വർഷം മുൻപ് പ്രഖ്യാപനമുണ്ടായിട്ടും വിവിധ കാരണങ്ങളാൽ അത് നടപ്പാക്കാതെ പോയതിന്റെ നിരാശ ഇപ്പോഴും മേഖലയിലെ ജനങ്ങൾക്കുണ്ട്. മറ്റത്തൂർ പഞ്ചായത്ത് വിഭജിച്ച് വെള്ളിക്കുളങ്ങര ആസ്ഥാനമായി പുതിയ ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കണമെന്ന ആവശ്യം 3 പതിറ്റാണ്ട് മുൻപേ ഉയർന്നതാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വരുന്നതിന് മുന്നോടിയായി മറ്റത്തൂർ ഉൾപ്പെടെയുള്ള വലിയ പഞ്ചായത്തുകൾ വിഭജിച്ച് 1994 ഓഗസ്റ്റിൽ സർക്കാർ പ്രഖ്യാപനമുണ്ടായി. ആ വർഷം ഓഗസ്റ്റ് 16-ന് ഇതു സംബന്ധിച്ച് ഗസറ്റ് വിജ്ഞാപനവും ഇറങ്ങിയിരുന്നു. ചില പഞ്ചായത്തുകൾ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് വിഭജന നടപടികൾ സ്റ്റേ ചെയ്തതോടെ വെള്ളിക്കുളങ്ങര പഞ്ചായത്ത് വീണ്ടും വിദൂര സ്വപ്നമായി. പിന്നീട് അധികാരത്തിൽ വന്ന മറ്റത്തൂർ പഞ്ചായത്ത് ഭരണസമിതികൾ പ്രമേയത്തിലൂടെ സർക്കാരിനോട് പഞ്ചായത്ത് വിഭജനം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനുകൂല നടപടികൾ ഉണ്ടായില്ല. കർമ്മസമിതി രൂപീകരിച്ച് നാട്ടുകാർ നിരവധി സമരപരിപാടികൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. 40,000-ലധികം ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്തുകൾ വിഭജിക്കണമെന്ന് 2014-ൽ UDF ഉപസമിതി ശുപാർശ ചെയ്തതോടെ വെള്ളിക്കുളങ്ങരയിലെ മലയോര ജനതയ്ക്ക് വീണ്ടും പ്രതീക്ഷയായി. മറ്റത്തൂർ പഞ്ചായത്തിലെ ജനസംഖ്യ 40,000-ലധികമായതിനാൽ 2015-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി വിഭജനം ഉണ്ടാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു. എന്നാൽ സർക്കാർ തലത്തിൽ അനുകൂല നിലപാടുകൾ ഉണ്ടാകാതിരുന്നതിനാൽ വെള്ളിക്കുളങ്ങര പഞ്ചായത്ത് വീണ്ടും വിദൂര സ്വപ്നമായി മാറി.
TCV ന്യൂസ് കൊടകര. കാട്ടൂർ പഞ്ചായത്തിൽ മുന്നണികൾക്ക് ജീവൻ മരണ പോരാട്ടം. LDFും UDFും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. മികച്ച നേട്ടം കൈവരിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് BJP. 23 കൊല്ലമായി ഇടതുമുന്നണിയാണ് കാട്ടൂർ പഞ്ചായത്ത് ഭരിക്കുന്നത്. നിലവിൽ LDF 9, UDF 4, BJP 1 എന്നിങ്ങനെയാണ് കക്ഷിനില. വാർഡ് വിഭജനത്തോടെ ഒരു വാർഡ് വർദ്ധിച്ച് 15ആയി. സർക്കാരിന്റെ വികസനവും ക്ഷേമ പെൻഷനുകളുടെ വർധനവും ചൂണ്ടിക്കാണിച്ചാണ് LDF തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നാൽ വികസന മുരടിപ്പും സ്വജനപക്ഷപാതവും ജനങ്ങളിലെത്തിച്ച് ഭരണം പിടിക്കാൻ സാധിക്കുമെന്നാണ് UDF കണക്കുകൂട്ടൽ. മുൻവർഷങ്ങളിലെ പോലെ കോൺഗ്രസിന് വിമതശല്യം ഇല്ലാത്തതും ഗ്രൂപ്പ് തർക്കങ്ങൾ ഒരു പരിധിവരെ തടയാനായതും UDF കേന്ദ്രങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ശക്തമായ മത്സരം കാഴ്ചവെച്ച് പഞ്ചായത്തിലെ നിർണായക ശക്തിയാവാൻ കഴിയുമെന്നാണ് BJP പ്രതീക്ഷ. മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പുറന്തള്ളുന്നത് മൂലമുള്ള കുടിവെള്ള പ്രശ്നം കാട്ടൂരിൽ പ്രധാന ചർച്ചാ വിഷയമാണ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ജില്ലാ പഞ്ചായത്ത് മാള ഡിവിഷൻ UDF സ്ഥാനാർത്ഥി സാജൻ കൊടിയന്റെ പര്യടനം ആരംഭിച്ചു. അന്നമനടയിൽ നിന്ന് ആരംഭിച്ച പര്യടനം AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ VA അബ്ദുൾ കരീം അധ്യക്ഷനായി. NS വിജയൻ, AA അഷ്റഫ്, KK രവി നമ്പൂതിരി, PK നൌഷാദ് എന്നിവർ സംസാരിച്ചു. BJP വരന്തരപ്പിള്ളി പഞ്ചായത്ത് സ്ഥാനാർത്ഥി സംഗമവും പ്രകടന പത്രികാ പ്രകാശനവും സംഘടിപ്പിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. K രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗങ്ങളായ A ഉണ്ണികൃഷ്ണൻ, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു, മണ്ഡലം പ്രസിഡന്റ് KB സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സ് തിരുവനന്തപുരത്ത് നടത്തിയ സമ്മേളനത്തിൽ അമല പീഡിയാട്രിക്സ് വിഭാഗം 1ാം സമ്മാനം നേടി. പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ മേഖലയിലെ മെഡിക്കൽ കോളേജുകളിൽ അമല പീഡിയാട്രിക്സ് വിഭാഗം 1ാം സമ്മാനം നേടിയത്. ഏറ്റവും നല്ല IAP സെക്രട്ടറിയായി അമലയിലെ ഡോക്ടർ സുനിൽ K മേനോനും MD പീഡിയാട്രിക്സിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ അമല മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അമൽ ജെയിനി ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻസ് അവാർഡും കരസ്ഥമാക്കി. മുല്ലശ്ശേരി സബ് ജില്ലയിലെ ശാസ്ത്ര പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് പാവറട്ടി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ അർദ്ധദിന ശില്പശാല സംഘടിപ്പിച്ചു. പ്ലാന്റേഷൻ ടെക്നിക്കിൽ ഓർക്കിഡ് കൃഷിയുടെ ഇരട്ടിപ്പ് വിദ്യകളിൽ രമ്യ ഉല്ലാസ് പ്രായോഗിക പരിശീലനം നൽകി. ശാസ്ത്രാവബോധത്തെക്കുറിച്ച് NJ ജെയിംസ് സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഷീൻ തെരേസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മാരിയറ്റ് മന്നളി, TK ഷാഹില, ഫെമി ജോയ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ നിവാസികളുടെ കൂട്ടായ്മയായ ഗുരുവായൂർ NRI ഫാമിലി UAE ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഷാർജയിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ഷാർജ രാജകുടുംബാംഗമായ ഷൈഖ് അഹമ്മദ് ബിൻ സാക്കർ അൽ ഖാസമി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സംഗീത സദ്യയും അരങ്ങേറി. UAE, the 54th national day for country, the United Arab, and it's time to celebrate together. Abubakar Haji Memorial Social Award and Business Excellence. We present this award, doing what you're doing and what you've been doing all these years. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ശേഷിക്കുന്ന ജില്ലകളിൽ നേരിയതോ മിതമായോ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. വടക്കൻ തമിഴ്നാട് മുതൽ ലക്ഷദ്വീപ് വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായാണ് ശക്തമായ മഴ. അർണാട്ടുകര
ഇൻഫന്റ് ജീസസ് ഗേൾസ് ഹൈസ്കൂളിൽ കായിക ദിനം ആഘോഷിച്ചു. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് വിജയ് TV രാഹുൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സിസ്റ്റർ ജോസ്ഫിൻ, ബാസ്കറ്റ്ബോൾ യൂത്ത് ടീം കോച്ച് ജെയിംസ് പോൾ, കായികാധ്യാപിക ബീറ്റ കുര്യൻ, PTA പ്രസിഡന്റ് ബിജോ തോമസ്, സ്കൂൾ കോച്ച് സഞ്ജയ് തുടങ്ങിയവർ സംസാരിച്ചു. അവരൊക്കെ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ എല്ലാവിധ ആശംസകളും എൻ്റെ എല്ലാവിധ ആശംസകളും. സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,950 രൂപ, പവന് 95,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ബലാത്സംഗ കേസിൽ പ്രതിയായ MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. രാഹുലിനെ പുറത്താക്കിയ നടപടി സ്വാഗതം ചെയ്ത് K മുരളീധരൻ. ആക്രിക്കട സ്ഥാപനത്തിൽ ലൈസൻസ് അനുവദിക്കുന്നതിന് 3000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ രണ്ട് പേർ വിജിലൻസിന്റെ പിടിയിൽ. വടക്കാഞ്ചേരി നഗരസഭയിലെ ക്ലീൻ സിറ്റി മാനേജർ ജിതേഷ് കുമാർ, താൽക്കാലിക ശുചീകരണ തൊഴിലാളി സന്തോഷ് എന്നിവരെയാണ് പിടിയിലായത്. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയും നിയമലംഘനങ്ങളും പതിവാകുന്നു. തൃശൂർ നഗരത്തിൽ നടപ്പാതയിലൂടെ അപകടകരമാം വിധം കുതിച്ച ബസ് സ്ലാബ് തകർത്തു. CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ചൂണ്ടൽ പാലത്തിന് സമീപം സ്കൂൾ ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സമരം. സ്കൂളിലെ പുതിയ ശുചിമുറി ബ്ലോക്കിന്റെ സീലിംഗ് തകർത്ത സംഭവത്തിൽ ചോദ്യം ചെയ്യാൻ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെതിരെയായിരുന്നു പ്രതിഷേധം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.